വയ്യാത്തതുകൊണ്ട് രാവിലത്തതും ഉച്ചക്കത്തതൊക്കെ എൻ്റെ കൈകളിലാണ്. രാവിലെ ഞാനൊരു ബുൾസയും ബ്രെഡും ആക്കി അങ്ങോട്ട് ഒതുക്കി തീർത്തു. ഇച്ചുനെ നോക്കാൻ കണ്ണേട്ടനെയാണ് ഏൽപ്പിച്ചത്. ആളിത് അവിടെ കിടന്നുറങ്ങി. അവളെ കുറച്ച് ചവിട്ട് ഏറ്റു വാങ്ങിയിട്ടുണ്ട്. ഇച്ചു താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ ഏരിയ ബ്ലോക്ക് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. പിന്നെ അവളെ കുളിപ്പിച്ച് ഉറക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ശ്രമം. പക്ഷെ ആൾ ഉറങ്ങിയിട്ടില്ല. ആളിവിടെ അവരെ പാവകളെയൊക്കെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് ഇവിടെ ആയിട്ടില്ല. അവൾ ഉറങ്ങിയിട്ടാക്കാന്നുള്ള പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായപ്പം ഞാൻ മെല്ലെ മെല്ലെ പമ്മി അടുക്കളയിൽ പോയി തേങ്ങ ചിരകാന്ന് വിചാരിച്ചു. പമ്മി അടുക്കള വരെ എത്തിയിട്ട് കാര്യമില്ലല്ലോ. തേങ്ങ ചിരകുമ്പോൾ സൗണ്ട് ഉണ്ടാവും. ആള് തനിയതാ പിന്നാലെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും വാരി കഴിച്ചിട്ടുണ്ട്. അവളെ ഒരു ഭാഗത്ത് ഒതുക്കിയിരുത്തിയിട്ട് പണി നടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് തന്നെ എന്നെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇത് നമ്മളെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കാണേ. വറക്കാനുള്ള തേങ്ങ അടുപ്പത്തിട്ടിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയത്ത് ഓരോ പാത്രങ്ങൾ ചോദിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഒക്കത്ത് കയറി ഇരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ മെല്ലെ മെല്ലെ സാമ്പാറും തട്ടിക്കൂട്ടി അതിൻ്റെ കൂടെ ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ടേ. അമ്മ എന്നും ചെയ്തു വെച്ച് പോകുന്നതുകൊണ്ട് ഈ ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിയാറില്ല. പിന്നെ കണ്ണേട്ടൻ വന്നു. പക്ഷേ സംഭവം ആയിട്ടില്ല. അവൾ മെല്ലെ ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ കയ്യോടെ കുറച്ച് ചെടിയൊക്കെ നടാമെന്ന് വിചാരിച്ചു. ഈ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പേരിയും അവിടെ അടുക്കളയിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണേട്ടന് അധികം ടൈം വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ഈ പണി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉപ്പേരി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു.